എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ കൃഷ്ണമന്ദയുടെ രാമായണ പാരായണം നമുക്ക് ആരംഭിക്കാം. ഇന്ന് 23-ാം ദിവസം യുദ്ധകാന്ഡം നമ്മൾ ആരംഭിക്കുകയാണ്. മന്ത്രശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. ഇവിടെ പാരായണം ചെയ്യുന്നത് ശ്രീമതി സത്യഭാമ ശശിധരൻ, ശ്രീമതി ഉഷ കെ നായർ, ശ്രീമതി കമല രവീന്ദ്രൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. യുദ്ധാന്തം. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാ രമണ ത്രിലോകീപദേ, രാമ സീതാഭിരാമ ത്രിദശ പ്രഭു, രാമ ലോകാഭിരാമ പ്രണവാത്മക, രാമ നാരായണാത്മരാമ ഭൂപതി, രാമകഥാമൃതപാനപൂർണാനന്ദം സാരാനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം. ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ, ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവിതം മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ, മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തിതാതരാൽ, ദേവകളാലും അസാധ്യമായുള്ളോന്ന് കേവലം
ചെയ്തതോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ദിശതയോജനായതമശ്രമം ലംഘിച്ച് രാക്ഷസവീരരെയും കൊന്ന് ലങ്കയും ചുട്ടു പൊട്ടിച്ചതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു. നക്ര മകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്ത് സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ചവളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ. വാരിതിയെ കടപ്പാനുപായം വാക്ക നേരമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നതു രാഘവാ നിന്തിരു മുമ്പിൽ മഹാരണി. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്യതമിത്ര പുത്രോക്തികൾ ഇത്രം ആകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ മുൻപിലന്മാർ തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ട, മതിൽ, കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നത് കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന് അത്യുന്നതം അതിമൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്ക് കാണാം കനക വിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങ് 700 യോജന. പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ഗോപുരം 4 ദിക്കിങ്കലുമുണ്ട്. അതിശോഭിതമായി 7 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. 7നും 4 ഗോപുരഭംഗിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രവാല പങ്ക്തിയും. അണ്ടർവോൻ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പതിനായി അതിശക്തരായുണ്ട് 1 കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിൽ അർത്ഥമുണ്ട് അഗ്രതയോട് നടുവ് കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുണ്ട് അത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടിജനം. ഭാടക നിർമ്മിത ഭോജനശാലയും നാടകശാല, നടപ്പന്തൽ, പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദം ആതങ്കാഭകം പറയാവതല്ല അനന്തനും. തൽപുരം തന്നിൽ നീളേ തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേന്തലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെ കണ്ടുകൂപ്പിനേൻ.
അങ്കുലീയവും കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടു പിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിനേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ. രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവാ, ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതെ ഇവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അയക്ക അടയാളപ്പെടുത്തത് നല്ലതാകുന്നത്. അപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവര് അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവാ, ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത്പ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപകം ലംഘനം ചെയ്ത് നട്ടഞ്ചരനായക കിങ്കരന്മാരക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുങ്കൃതിയും തീർത്ത് സങ്കരാന്തേബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ. പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടദാസ് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു. കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുത്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമം മൂലം ഹതിപ്രദം. ദക്ഷിണാനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കരംഭ പ്രമാധി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനങ്കദോപരി. സുഗ്രീവൻ എന്നെ പിരിയാതരീകവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനം മൈന്ദൻ വിഭീതനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുത്. ആടലുണ്ടാകരുതാർക്കും വഴിക്കടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ.
ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രീഞ്ചരേശ്വര രാജ്യം പ്രദീപരം ആസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമാർന്ന സൗമ്യത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരമെത്രയോ ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഠ്യമഗാധമി തുത്തരണം ശൈവതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാരാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അഞ്ജനാലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിംപരമാത്മനി സൗഖ്യദുഃഖ്യാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാപരൻ പൂമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതും ഒക്കെയോർത്താലബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്കാതെ ശരദപുത്രരും അർക്കാത്മജാതികളായ കവികളും വരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൊക്കിരുന്നിടിനാൻ. ആതിഥേയാസുരേന്ദ്രാദികൾക്കുമരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ പൂക്കോടു വന്നകം പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുല സേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും.
മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീരൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ തഥമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുത. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തിരുവാനായി പ്രതിപാദിച്ചനന്തരം. നല്ലതീതെന്നൈകമത്യമായേവരു ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു. മധ്യമമായുള്ള മന്ത്രമതന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു. സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയ. കാലുഷ്യം ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം. നിന്ദയും പൂണ്ടു പിരിയുന്ന മതമോ നിന്യമായുള്ളോ അധമമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നെത്രയോ മോർത്തോളമുള്ളിലിതിന്നൊരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാൻ രാമങ്കൽ നിന്നു ഭയന്തവ ചിത്തേ ഭവിച്ചതും എത്രയോ അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനതോർക്ക നീ. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതു അത്ഭുതമെത്രയോ മോർത്തുകൊണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയമുണ്ടാവൂ. ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയന മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർഗരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം. കാലാരി ചന്ദ്രഹാസത്തെ നൽകിയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാമൊന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലൊന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളീലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷാജാതികളില്ല ലോകത്തിങ്കൽ വാനരാജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. മുദ്രയും കൈവിട്ടു കൊണ്ടതന്നല്ലതാം മുദ്രിതമഖിലജൻ തന്നെ വർണ്ണ
രാധകാനാം പുനർമുഖമൃതം െല്ലാം അഭേദജൻ തന്നോട് ചിന്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾക്കാരിലുണ്ടായ സ്ഥിതിയോടോമവൻ സഞ്ചരാശീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വളരുന്നതിൽ മമ ദേവത്വമവരുകീർത്തുന്നതോ നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ഭവാനിധനം കണ്ടു കിട്ടിയിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി മനുഷ്യനന്റെ സ്വരൂപനം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നത് ഭഗവതി തടയായാൽ തവാൻ മോഹേനനാദഭേദം കേട്ടു ചെന്നുടൻ ചേതനാശം മൃഗങ്ങൾക്കോ വരുന്നിതോ ദീനങ്ങളെല്ലാം മോഹിച്ചു താനേ ബലിശെങ്കിലും വീണരിക്കുന്നു നീയെ കണ്ടു മോഹിച്ചു ചലകങ്ങൾ മന്ദമായി മൃത്യു ഭവിക്കുന്നിരവണ്ണം ജാനകിയെ കണ്ടു മോഹിച്ച കാരണം കാണാപ്പെടും ായാലും മടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ പറ്റിയതെല്ലാം ആവർത്തിനായി നിർണയം തന്നെ അനുഭവിച്ചിരു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നു മോഹിച്ചതാഹന്തം സാധിച്ചുകൊള്ളുക ഇന്ദ്രിയങ്ങൾക്കോ വസേനാ പുരുഷനും വന്നിടുമാവത്തു നിർണയമോർത്തുകാൻ ഇന്ദ്രിയ നിഗ്രഹമുള്ളനും വന്നുകൂടും ങ്ങളൊക്കെ ഇന്ദ്രാരിയാം പൂർണ്ണകർണോക്തി കേട്ടളവിന്ദ്രിത്തും പറഞ്ഞിടിനാനാദരാൽ നാനുസേനാരെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ആശോ വരുവാൻ അനുജ്ഞയെ ചെയ്ത ആദരാധരനോട് ചൊല്ലിയിടിനാൻ രമാഗതനായ വിഭീഷണൻ അന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരീകശാനനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നും നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ള ത്രിലോകത്തിങ്കൾ നഷ്ടരാധിപ ഹസ്തൻ വികടനും സുപ്തജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജന്തുമാലീകജന്ധനും കുംഭൻ കുംഭനകമ്പനം കമ്പനും കമ്പൻ മഹോദരനും മഹാഭാഗ്യനും കുംഭകനും ശ്രീശിരസതികായനും വേദാന്തകനും നരന്തകനും മറ്റു ദേവാരികരും രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ തിരുവാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച ധീരനാ ഇന്ദ്രജിത്തിനുമാമല്ല പൊരുതോ ജയിപ്പതിനാരിനെ ശ്രീരാമനോടു കരോദായിക മാനസേ ശ്രീരാമനായ ദേവേന്ദ്രനുമല്ല വന്യനും നിരുതിയുമല്ല കാശിയുമല്ല ജഗൽപ്രാണനല്ല വിശേഷനുമല്ല വനിതാനനുമല്ല
വേദാവുമല്ല ഭുജങ്കാധിപേനുമല്ലാദിത്യരുദ്രാവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനേകായിതവൻ ഭംഗിയായി മനിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു ഒന്നു ഹിരണ്യകാശിപുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയ ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ ഒന്നായി രൂപത്തൊരു മന്നവന്മാരെ അസൂരാംശമാകയാൽ നിന്ന സൂരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്നോദശരഥാപുത്രനായി വന്നിത് പിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നു സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം എന്നു നിർണയം എങ്കിലും സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പൊരു സേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരനെയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആസിതാവത്സനംബുജാലോചനൻ ഈശ്വരനിന്ദിരവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുപടി തൻപദം നിത്യമായി കേട്ടുകൊള്ളുക മുടിയാതെ ദേവിയെ പാദാമുജത്തിൽ നമസ്കരിച്ചിടുക ചെയ്തവൻ സമ്പദം നൽകിയിടുമേവൻ ഇല്ല മറ്റാർക്കും താടകം നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്തനുരമ്പിനാൽ കൗശികൻ നൽകിനാൽ തൃക്കാലടി വെച്ചു കല്ലാമഹല്യ പദം പില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാലെയും കൊണ്ടുപോകുമ്പോൾ പറഞ്ഞതും ജന്മാപരാധികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടി കടന്ന വീടേക്ക് വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ മന്നിച്ചു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയമാ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ കൺവന്തി തന്നെ കൊടുക്ക മതിയാതെ നഷ്ടാമതികളായിടും അമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിച്ചു മതോർത്തനി കാലപുരം രമിയാതിരിക്കേണ്ടതിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൻപാടു നാടും ഇത്തരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷനായി ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർനയം കൊണ്ടു വരുന്നതിൽ നിന്നു നാം ആളല്ല പോകുന്നത് ഏർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോത്താൽ തരമില്ല മന്നവ രാമതരമേറ്റു വരും നേരം ആമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനുസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർത്തനീ ഇതിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവൻ ശ്രീരാമനോടോ കലഹം തുടങ്ങിയാൽ ആരും തരണമില്ലെന്നതറിയണം പ്രജാനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതോ മൂർത്തനീ രാക്ഷസാരാജ ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല കൊണ്ടൽ നേർ വന്നനോ ജാനകി ദേവിയെ
കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്കുന്നു. സംശയമെന്നിയെ നൽകുക ദേവിയെ, വംശമൊഴിച്ചുകളെ ഗൈക വേണമേ. ചിത്തം വിശേഷണം പിന്നെയും പിന്നെയും സത്യമായുള്ളതോ ചൊന്നതോ കേട്ടോരോ. സഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതോ മിത്രഭാവത്തോടെ മരുവിന. ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം. രാമെന്നോട് ചൊല്ലുകീലാശു നീ ഭക്തനാമെന്നാൽ അറിയില്ല സംശയം. രാത്രിന്റെ രാത്രിവനിത്തരം ചൊന്നളാവോത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൗഷധങ്ങളും മേൽക്കയില്ലേതുമേ. ഓരോമിവനോടിനി ഞാൻ പറഞ്ഞതോ പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാം ഭോജമെന്നു മറ്റാരും ശരണാവിനിച്ചില്ല കേവലം. ചെന്നു നിന്നു സേവിച്ചു കൊള്ളുവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാദ്യന്മാരുമായവനിത്തം നിരൂപിച്ചുടച്ചു പുറപ്പെട്ടു. താരധനാലയ മിത്രപുത്യൗഹവും ദൂരെ പരിത്യജ്യ രാമ സേവിച്ചുകൊണ്ടാലും ഒരാ ആമയമിഞ്ഞരിനില്ലോമമാ ചന്ദ്രഹാസത്തിന് ഭോജനമായി വരിയടോ എന്നതോ കേട്ടോ. ഭൂഷണൻ ചൊല്ലിനല്ലോ ഭവാൻ. ഭാവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥാമന്ദിരേ. രാമലീലാഭിധാനേന ജാതയായിടിനാൻ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിഞ്ഞു വന്നാരിരുവരും. ചൊന്നനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങോ ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. ഭവനൻ തന്നെ നശിപ്പാനവനിൽ ദേവൻ വിധാതാവേക്ഷിച്ച കാരണം. പിറന്നിതോ രാമനായി നിർണയം പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ. ആശരാവംശം വരും മുമ്പേ ദാശരഥിയെ ശരണോ. കാരണം വന്നു പിറന്നിതോ രാമനായി നിർണയം പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ. ആശരാവംശാവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് നമ്മളിവിടെ ആരംഭിച്ചത് പാരായണം. അപ്പോ ശ്രീരാമന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ രാമായണത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് നമ്മളിപ്പോ ഇവിടെ വായിക്കാൻ തുടങ്ങിയത്. സീതയെ രാവണൻ ലങ്കയിൽ തടവിലാക്കിയത്, അതിനെ തുടർന്ന് സീതയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അധർമ്മത്തെ പരാജയപ്പെടുത്താനായിട്ട് ശ്രീരാമൻ വാനരസേനയോടുകൂടി ലങ്കയിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ്. അതാണ് അതിലെ പ്രധാന സംഭവങ്ങൾ. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരസേനയൊക്കെ സമുദ്രതീരത്ത് എത്തിച്ചേരാണ്. അപ്പൊ ഇവിടെ അത് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ രാമായണത്തിലെ കഥ. അപ്പോൾ യുദ്ധകാന്ഡം എന്നുള്ളത് വെറും ഒരു രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ യുദ്ധം, രാമരാവണ യുദ്ധം.
ലങ്ക എന്നുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ്. രാവണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, കാമം, ക്രോധം തുടങ്ങിയ ദുർഗുണങ്ങളാണ്. സീത എന്നുള്ളത് ആത്മവിശുദ്ധി അല്ലെങ്കിൽ സത്യം. രാമൻ എന്താണ്? ധർമ്മം, വിവേകം. പിന്നെ ആ സേതുബന്ധനം എന്നുള്ളതും അതും ഒരു പ്രതീകമാണ്. ആ സാധനയിലൂടെ ആ മനസ്സിനും ആത്മാവിനും ഇടയ്ക്കിൽ നിർമ്മിക്കുന്ന ഒരു ബന്ധം. അതുകൊണ്ട് യുദ്ധകാണ്ഡത്തിന്റെ ആരംഭം നമ്മളോട് പറയുന്നത് അധർമ്മത്തിനെതിരെയുള്ള യഥാർത്ഥ യുദ്ധം ആദ്യം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ഇപ്പൊ സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ ആ ഭക്തിയുടെ ശക്തിയാണ് കാണിച്ചത്. യുദ്ധകാന്ഡത്തിലെ ആ ധർമ്മത്തിന്റെ ആ വിജയത്തിലേക്കുള്ള ആ ഭക്തി എങ്ങനെ ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് വായിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും എല്ലാം സന്ദർഭം ലഭിച്ച ഈ പുണ്യമായിട്ടുള്ള ധന്യമായിട്ടുള്ള രാമായണ മാസത്തില് നമുക്കിതൊക്കെ വായിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ ഇന്നത്തെ പാരായണവും നമുക്ക് സമർപ്പിക്കാം ഭക്തി ആദരപൂർവം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.